ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധഃ ഷഷ്ഠോऽധ്യായ. സൂത ഉവാച ഏതന്നിശമ്യ മുനിനാഭിഹിതം പരീക്ഷിൽ വ്യാസാത്മജേന നിഖിലാത്മദൃശാ സമേന തത്പാദമൂലമുപസൃത്യ നതേന മൂർധ്നാ ബദ്ധാഞ്ജലിസ്തമിദമാഹ സവിഷ്ണുരാത. രാജോവാച സിദ്ധോസ്മ്യനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മനാ ശ്രാവിതോ യച്ഛ മേ സാക്ഷാദനാദിനിധനോ ഹരി. നാത്യദ്ഭുതമഹം മന്യേ മഹതാമച്യുതാത്മനാം അജ്ഞേഷു താപതപ്തേഷു ഭൂതേഷു യദനുഗ്രഹ. പുരാണസംഹിതാമേതാമശ്രൗഷ്മ ഭവതോ വയം യസ്യാം ഖലു തമശ്ലോകോ ഭഗവാനനുവർണ്യത്തെ. ഭഗവംസ്തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണമഭയം ദർശിതം ത്വയാ. അനുജാനീഹി മാം ബ്രഹ്മൻ വാചം യച്ഛാമ്യധോക്ഷജേ മുക്തകാമാശയം ചേത പ്രവേശ്യ വിസൃജാമ്യസുൻ. അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം. സൂത ഉവാച ഇത്യുക്തസ്തമനുജ്ഞാപ്യ ഭഗവാൻ ബാദരായണി ജഗാമ ഭിക്ഷുഭിः സാകം നരദേവേന പൂജിതാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പരീക്ഷിതവിരാജർഷിരാത്മന്യാത്മാനമാത്മന സമാധായ പരം ദധ്യാവസ്പന്ദാസൂര്യധാതരു. പ്രാക്കൂലേ ബർഹിഷ്യാസീനോ ഗംഗാകൂല ഉദങ്മുഖ. ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗച്ഛിന്ന സംശയ. തക്ഷകപ്രഹിതോ വിപ്രാം ക്രുദ്ധേന ദ്വിജസൂനുനാ. ഹന്തുകാമോ നൃപം ഗച്ഛൻ ദദർശ പഥി കശ്യപം. തം തർപ്പയിത്വാ ദ്രവിണേർനിവർത്യ വിഷഹാരിണം ദ്വിജരൂപപ്രതിച്ഛന്ന കാമരൂപോദശൻ നൃപം. ബ്രഹ്മഭൂതസ്യ രാജർഷേർ ദേഹോ ഹി ഗരളാഗ്നിനാ ബഭൂവ ഭസ്മസാൽ സദ്യ പശ്യതാം സർവദേഹിനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹാഹാകാരോ മഹാനാസീൽ ഭുവി ഖേദിക്ഷു സർവതാ. വിസ്മിതാ ഹ്യഭവൻ സർവേ ദേവാസുരനരാദയാ.
ദേവദുന്ദുഭയോ നേതുർഗന്ധർവാപ്സരസോ ജഗു വവൃഷു പുഷ്പവർഷാണി വിബുധാ സാധുവാദിന ജനമേജയസ്വപിതരം ശ്രുത്വാ തക്ഷകഭക്ഷിതം യഥാ ജുഹാവ സംക്രുദ്ധോ നാഗാൻ സത്രേ സഹദ്വിജൈ സർപ്പസത്രേ സമിദ്ധാഗ്നൗ ദഹ്യമാനാൻ മഹോരഗാൻ ദൃഷ്ട്വേന്ദ്രം ഭയസംവിഘ്നസ്തക്ഷക ശരണം യയൗ അപശ്യം സ്തക്ഷകം തത്ര രാജാ പരീക്ഷിതോ ദ്വിജാൻ ഉവാച തക്ഷക കസ്മാൽ ന ദേഹ്യേതോരഗാധമാ തം ഗോപായതി രാജേന്ദ്ര ശക്രശരണമാഗതം തേന സംസ്തംഭിത സർപ്പസ്തസ്മാന്നാഗ്നൗ പതത്യസൗ പാരീക്ഷിത ഇതി ശ്രുത്വാ പ്രാഹർത്വിജ ഉദാരധീം സഹേന്ദ്രസ്തക്ഷകോ വിപ്രാ നാഗ്നൗ കിമിതി പാത്യത്തെ തച്ഛ്രുത്വാ ജുഹുർവിപ്രാ സഹേന്ദ്രം തക്ഷകം മഖേ തക്ഷകാശു പദസ്വേഹ സഹേന്ദ്രേണ മരുത്വതാം ഇതി ബ്രഹ്മോദിതാക്ഷേപൈ സ്ഥാനാദിന്ദ്ര പ്രചാലിത ബഭൂവ സംഭ്രാന്തമതി സവിമാന സതക്ഷക തം പതന്തം വിമാനേന സഹ തക്ഷകമംബരാത് വിലോക്യാംഗിരസ പ്രാഹ രാജാനം തം ബൃഹസ്പതി നൈഷ ത്വയാ മനുഷ്യേന്ദ്ര വധമർഹതി സർപ്പരാട് അനേന പീതമൃതമഥവാ അജരാമര ജീവിതം മരണം ജന്തോർഗതി സ്വേനൈവ കർമ്മണ രാജാംസ്തതോന്യോ നാന്യസ്യ പ്രദാത സുഖദുഃഖയോ സർപ്പചൗരാഗ്നിവിദ്യുദ്ധ്യ ക്ഷുത്രിവ്യാധ്യാദിഭിർനൃപ പഞ്ചത്വമൃക്ഷതേ ജന്തുർഭുങ്ക്ത ആരബ്ധ കർമ്മതൽ തസ്മാൽ സത്രമിദം രാജൻ സംസ്ഥീയേതാഭിചാരികം സർപ്പ അനാഗസോ ദഗ്ധ ജനൈർധിഷ്ടം ഹി ഭുജ്യത്തെ സൂത ഉവാച ഇത്യുക്തഃ തഥേത്യാഹ മഹർഷേർമാനയൻ വച സർപ്പസത്രാദുപരത പൂജയാമാസ വാക്പതിം സൈഷാ വിഷ്ണോർമഹാമായ ബാധ്യായ ലക്ഷണായയാ മുഹ്യന്തേശ്ചൈവാത്മഭൂത ഭൂതേഷു ഗുണവൃത്തിഭി നയത്ര ദംഭീത്യഭയാ വിരാജിത മായാത്മവാദേ സകൃതാത്മവാദിഭി നയദ്വിവാദോ വിവിധസ്തദാശ്രയോ മനശ്ച സങ്കൽപ്പ വികൽപ്പവൃത്തിയൽ ഹരേ നയത്ര സൃജ്യം സൃജതോ ഭയോ പരം ശ്രേയശ്ച ജീവസ്ത്രിഭിരന്വതസ്ത്വഹം തദേതദുത്സാദിത ബാധ്യബാധകം നിഷിധ്യ ചോർമീൻ വിരമേൽ സ്വയം മുനി പരംപദം വൈഷ്ണവമാമനന്ദി തദ്യന്നേതി നേദീത്യതദുർസൃക്ഷവ വിസൃജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദ ഹൃദോപഗുഹ്യാവസിതം സമാഹിതൈ ത ഏതദധിഗച്ഛന്തി വിഷ്ണോർയൽ പരമം പദം അഹം മമേതി ദൗർജന്യം നയേഷാം ദേഹഗേഹജം അതിവാദാം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ നമോ ഭഗവതേ തസ്മൈ കൃഷ്ണായ കുണ്ഠമേധസേ യൽപാദാംബുരുഹധ്യാനാൽ സംഹിതാമധ്യഗാമിമാം ശൗനക ഉവാച പൈലാദിഭിർവ്യാസശിഷ്യൈർവേദാചാര്യൈർമഹാത്മഭിः വേദാശ്ച കഥിതാ വ്യസ്താ ഏതൽ സൗമ്യാഭിധേഹിന. വളരെ വിസ്താരമേറിയ ഒരു അധ്യായമാണ് ആറാമത്തെ അധ്യായം. അതുകൊണ്ട് തന്നെ ഈ ശൗനകാദികളുടെ ചോദ്യത്തോടുകൂടി 36-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് പാരായണം സമർപ്പിക്കുകയാണ്. ഇതിന്റെ 37-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ പാരായണം ചെയ്ത് നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ 36 ശ്ലോകങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷം 37-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭാഗവത സൂര്യനായി അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതെയാക്കുന്ന പൊന്നുഗുരുവായൂരപ്പൻ, ആ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 927 ദിവസം. ശ്രീമദ് ഭാഗവതത്തിലെ ദ്വാദശ സ്കന്ധം 6 അധ്യായം നമ്മൾ പാരായണം ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് ആദ്യം കാവ്യകൗസ്തുഭം ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ ആ പീലി എന്ന കവിതയും നമ്മൾ കേട്ടു. 6 അധ്യായത്തിൽ സൂതൻ പറഞ്ഞു തുടങ്ങുന്നു. ഏതന്നിശമ്യ മുനിനാഭിഹിതം പരീക്ഷിത് വ്യാസാത്മജേന നിഖിലാത്മദൃശാസമേന തത്പാദമൂലമുപസൃത്യ നതേന മൂർധ്ന ബദ്ധാഞ്ജലിസ്തമിതമാഹസ വിഷ്ണുരാത. വിഷ്ണുരാതൻ പരീക്ഷിത്താണ്. ബ്രഹ്മരാതൻ സാക്ഷാൽ ശ്രീ ശിവബ്രഹ്മർഷിയാണ്. നിഖിലാത്മദൃശ സകലാത്മാവായിരിക്കുന്ന ആ ഹരിയിൽ ദർശനത്തോടുകൂടിയ സമേന എല്ലാവരെയും ഒരേപോലെ കാണുന്ന വ്യാസാത്മജേന ആ വ്യാസപുത്രനാൽ മുനിന വ്യാസപുത്രനായ മുനിയാൽ അഭിഹിതം ഏതത് നിശമ്യ ഈ പറയപ്പെട്ട ഇത് കേട്ടിട്ട് വിഷ്ണുരാത സ പരീക്ഷിത് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ട ആ പരീക്ഷിത്ത് തത് പാദമൂലം നതേന മൂർധ്ന മുനിയുടെ പാദതലത്തെ നമസ്കരിച്ച ശിരസ്സുകൊണ്ട് ഉപസൃത്യ ഉപയാനം ചെയ്തിട്ട് ബദ്ധാഞ്ജലി തം ഇതം ആഹ കൈകൂപ്പിക്കൊണ്ട് ബന്ധിക്കപ്പെട്ട അഞ്ജലിയോടുകൂടി അഞ്ജലീബദ്ധനായി ഇങ്ങനെ പറഞ്ഞു എന്നാണ്. 5 അധ്യായത്തിന്റെ അവസാനത്തിൽ ചോദിച്ചത് ശ്രീ ശിവബ്രഹ്മർഷി ചോദിച്ചത് കിം ഭൂയ ശ്രോതുമിച്ഛസി എന്നാണ്. ഭൂയ കിം ശ്രോതും ഇച്ഛസി, ഇനിയും എന്താണ് കേൾക്കാൻ താല്പര്യം? അതിനുള്ള മറുപടിയായിട്ടാണ് 6 അധ്യായം ആരംഭിക്കുന്നത്. പരീക്ഷത്തിന്റെ മോക്ഷവും പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയൻ നടത്തുന്ന സർപ്പസത്രവും വേദവിഭാഗവും ഒക്കെയാണ് നമ്മൾക്ക് ഈ അധ്യായത്തിൽ കേൾക്കാൻ സാധിക്കുക. അപ്പോ എല്ലാത്തിലും ചരാചരാത്മാവായി മിന്നിത്തിളങ്ങുന്ന ശ്രീഹരിയെ കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഹൃദയ ശ്രീകോവിലിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമഭാവനയോടുകൂടിയ വ്യാസപുത്രനായ ശ്രീ ശിവബ്രഹ്മർഷി ഇത്തരത്തിൽ ചോദിച്ചപ്പോ ഈ പുരാണ സംഹിത വിഷ്ണുരാതൻ എന്ന് സുപ്രസിദ്ധനായ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞുകൊടുത്ത ഇനി എന്താണ് അങ്ങക്ക് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ ശ്രീ ശിവബ്രഹ്മർഷിയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആലോചിച്ചു. ആ ദ്രൗണിയിൽ നിന്ന്, അശ്വത്ഥാമാവിൽ നിന്ന്, ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഭഗവാൻ തന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ഹരിയാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, സാക്ഷാൽ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വിഷ്ണുരാതൻ എന്ന് പേര്. ഇപ്പൊ രാജാവിനെ ഗർഭത്തിൽ രക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ശ്രീശുഖമുഖാരവിന്ദത്തിൽ നിന്നും ഭാഗവത ശ്രവണദ്വാര മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം. കാരണം എന്താ? അല്ലെങ്കിൽ ആ ഭഗവാന് ഇപ്പോഴും ആ സർപ്പഭീതിയിൽ നിന്ന് രാജാവിനെ രക്ഷിക്കാൻ സാധിക്കാത്തതല്ലോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് വിഷ്ണുരാതൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ ശരീരം ധരിച്ചതിന്റെ ഫലം രാജാവിന് ഇപ്പോ കിട്ടി. എങ്ങനെ? ശ്രീശുഖമുഖാരവിന്ദത്തിൽ നിന്നും ഭാഗവത കഥകളെ ആസ്വദിക്കാനുള്ള ഭാഗ്യമായിട്ട്. അതുകൊണ്ട് കാക്കൽ വീണ് നമസ്കരിച്ച് ശ്രീ ശിവബ്രഹ്മർഷി ആദ്യം തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജോവാച
സിദ്ധോസ്മ്യനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മനാ ശ്രാവിതോ യച്ച മേ സാക്ഷാദനാദിനിധനോ ഹരി കരുണാത്മനാ ഭവതാ കാരുണ്യസ്വരൂപനായ അങ്ങയാൽ അനുഗ്രഹീത അനുഗ്രഹിക്കപ്പെട്ടവനും സിദ്ധ സിദ്ധനുമായിട്ട് അസ്മി ഞാനിതാ മാറിയിരിക്കുന്നു. കാരണം യത്ത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്? അനാദിനിധന ആദിയും അവസാനവും ഇല്ലാതിരിക്കുന്ന സാക്ഷാൽ ഹരി ശ്രീ ഭഗവാൻ ആ ശ്രീഹരി മേ ശ്രാവിത എനിക്ക് ശ്രവിക്കപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു ഭഗവാന്റെ കഥകൾ. കാരുണ്യസ്വരൂപനായ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി. ഇത് കേൾക്കാൻ കഴിഞ്ഞത് എന്റെ നൈപുണ്യമല്ല, ഗുരുനാഥ അങ്ങയുടെ കാരുണ്യം ഒന്നു മാത്രമാണ്. എങ്ങനെയാ അനുഗ്രഹിച്ചത്? ജന്മം, മരണം, വൃദ്ധി, ക്ഷയം ഇങ്ങനെയുള്ള ഷഡ്ഭാവ വികാരങ്ങളില്ലാതിരിക്കുന്ന വീര്യം, യശസ് തുടങ്ങിയൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ 6 ഭഗങ്ങൾ ചേർന്നിരിക്കുന്ന ഭഗവാനായ ശ്രീഹരിയുടെ രൂപത്തെ, ആ സ്വരൂപത്തെ അങ്ങ് എനിക്ക് കാണിച്ചു തന്നു, എനിക്ക് ഉപദേശിച്ചു. ആ സ്വരൂപപ്രാപ്തിക്ക് ഏറ്റവും ഉചിതമായ മാർഗം, വഴി ഭാഗവതത്തിലൂടെ അങ്ങ് പകർന്നു തന്നു, പറഞ്ഞു തന്നു. നാത്യത്ഭുതമഹം മന്യേ മഹതാമച്യുതാത്മനാം അജ്ഞേഷു താപതപ്തേഷു ഭൂതേഷു യദനുഗ്രഹ. അജ്ഞേഷു താപതപ്തേഷു അറിവില്ലാത്തവരിലും അതേപോലെ താപം കൊണ്ട് ഈ ജീവിത ദുഃഖങ്ങളുടെ ചൂടുകൊണ്ട് തപിക്കുന്നവരുമായ ഭൂതേഷു ആ പ്രാണികളിൽ അച്യുതാത്മനാം മഹതാം അച്യുതനിൽ ആത്മാവോടുകൂടിയ മഹാന്മാർക്കുള്ള അനുഗ്രഹം യത് ഏതാണോ തത് അത് അഹം അത്യത്ഭുതം നമന്യേ ഞാനിത് ഒട്ടും അത്ഭുതമായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ്. കാരുണ്യത്തെ കുറിച്ചാണ് പിന്നീട് 2 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞത്. ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ട് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള താപത്രയത്താൽ തപിക്കുന്ന പ്രാണിവർഗം, അവർക്ക് ആ ശ്രീഹരിയിൽ തന്നെ മനസ്സുറച്ചിരിക്കുന്ന മഹാത്മാക്കൾ ചെയ്യുന്ന അനുഗ്രഹം ഒട്ടും ആശ്ചര്യമില്ല. കാരണം അവർ ദയയുള്ളവരാണ്, അവർ കാരുണ്യസ്വരൂപന്മാരാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്തതിൽ എനിക്ക് ഒരത്ഭുതവുമില്ല, അത് നിങ്ങളെപ്പോലുള്ളവരുടെ സ്വഭാവം തന്നെയാണ് എന്ന് പറയുന്നു. പുരാണ സംഹിതാമേതാമശ്രൗഷ്മ ഭവതോ വയം യസ്യാം ഖലുത്തമ ശ്ലോകോ ഭഗവാനനുവർണ്യതേ. ഭവതഃ അങ്ങയിൽ നിന്ന് ഏതാം പുരാണ സംഹിതാം ഈ പുരാണ സംഹിതയെ വയം അശ്രൗഷ്മ ഞങ്ങൾ ശ്രവിച്ചു, ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. യസ്യാം യാതൊന്നിൽ ഉത്തമശ്ലോകനായിരിക്കുന്ന ഭഗവാൻ, അജ്ഞാനത്തെ നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ ഭഗവാൻ ആ ശ്രീഹരി ഈശ്വരൻ അനുവർണ്യത്തെ ഖലു നിരന്തരം വർണ്ണിക്കപ്പെടുന്നു. അപ്പോ ശ്രവണമാത്രയിൽ തന്നെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന പരിപാവനമായ കീർത്തിയോടും യശസ്സോടും കൂടിയ ആ ഭഗവത് ചരിത്രത്തെ ഏതൊന്നിൽ നിരന്തരം കീർത്തിക്കപ്പെട്ടിരിക്കുന്നുവോ അതേതാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം. ആ പുരാണ സംഹിതയെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് കേട്ടു. ഇത് ഞങ്ങളുടെ കഴിവല്ല, അങ്ങ് ഞങ്ങളെ പോലുള്ള പാമരന്മാർക്ക് നേരെ കാണിക്കുന്ന കനിവിന്റെ കിനിവാണ്. അതുകൊണ്ട് വലിയ സന്തോഷമായി എന്ന് പറയുന്ന ആ രംഗം അതോടുകൂടി നമുക്ക് ഇന്ന് നിർത്തേണ്ട സമയമായിരിക്കുന്നു. 4-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇപ്പൊ ഭഗവത് പാദങ്ങളെ സമർപ്പിക്കാം. 5-ാമത്തെ ശ്ലോകത്തോടുകൂടി നാളെ ആരംഭിക്കാം. നാളെ ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷത്തിനെ അനുഗ്രഹിച്ച് യാത്രയാവുന്ന രംഗമൊക്കെയാണ് അനുസ്മരിക്കാനുള്ളത്. ഇപ്പോ ഈ അക്ഷര പൂക്കളെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ഭാരതിയൊഴിയു
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം.
ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.